ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ചെമ്മനീർപ്പൂവിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സച്ചി ഇങ്ങനെ സ്കൂൾ ബസ്സിലിരിക്കുക. ആ സമയത്താണ് ശ്രുതിയുടെ അമ്മയും മകനും കൂടി വരുന്നത്. അപ്പോൾ സച്ചി ഇത് കാണുന്നുമില്ല, അവർ സച്ചിയെയും കാണുന്നുമില്ല. അപ്പോൾ സച്ചി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിക്കുകയാണ്. കുട്ടികളെയൊക്കെ കാണുമ്പോഴേ ഒരാശ്വാസം തോന്നുന്നു. വീട്ടിലിരിക്കുമ്പോൾ വല്ലാത്തൊരു മൂഡ് ഓഫാണ്. വർഷയും ശ്രീകാന്തും ഇല്ലല്ലോ. അല്ല, വർഷയും ശ്രീകാന്തിനെയും കൂട്ടിക്കൊണ്ട് വന്നാലോ? അല്ല, ഇനിയിപ്പോൾ കുറേ സമയമുണ്ട് പിള്ളേർ വരാനായിട്ട്. സമയം ഇനിയും ബാക്കി കിടക്കുകയാണ്. പക്ഷേ വർഷയും ശ്രീകാന്തിനെ എന്തും പറഞ്ഞുകൊണ്ട് കൂട്ടിക്കൊണ്ട് വരും. അതാണിപ്പോൾ ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടാത്തത്. ഒരു ഐഡിയ കിട്ടി. അപ്പോൾ അതും പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വരാം എന്നും വിചാരിച്ച് നമ്മുടെ സച്ചി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പക്ഷേ ഈ സമയം തന്നെ നമ്മുടെ ശ്രുതിയുടെ മകനെ അമ്മ സ്കൂളിലേക്ക് അയക്കുകയാണ്. മോനെ സൂക്ഷിച്ചു പോണേ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചു തുള്ളിച്ചാടി പോവുകയും ചെയ്യാണ്. സച്ചി ഇവരെയൊന്നും കാണുന്നുമില്ല. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് വർഷയാണ്. അപ്പോൾ വർഷയാണെങ്കിൽ വലിയ ഡൈനിങ് ടേബിൾ ഇങ്ങനെ തള്ളി നീക്കാനായിട്ട് ശ്രമിക്കുക. ഇത് കണ്ട് ശ്രീകാന്ത് ഞെട്ടിപ്പോയി. ശ്രീകാന്ത് നേരെ വർഷയോട്, വർഷ നീ എന്ത് പരിപാടിയാണ് വർഷയെ കാണിക്കുന്നത്? അത് പിന്നെ ഞാൻ ഈ ടേബിൾ നീക്കുന്നു, എന്തായാലും കുഴപ്പം? ഇടി ഈ സമയത്ത് ഇങ്ങനെ ഭാരമുള്ള സാധനങ്ങളൊന്നും ഇങ്ങനെ തള്ളി നീക്കാനായിട്ട് പാടില്ല, അതൊക്കെ വലിയ ആപത്തുണ്ടാക്കും. ഞാൻ തലയെ ചുമന്നുകൊണ്ടല്ലല്ലോ നടന്നത്, ഞാനിതൊന്നും ജസ്റ്റ് ഒന്നും അങ്ങോട്ട് നീക്കിയതല്ലേ, അതിനിപ്പോൾ എന്താ കുഴപ്പം സംഭവിക്കാനായിട്ട് പോകുന്നത്? എടി വർഷ, നീ പറഞ്ഞൊന്ന് മനസ്സിലാക്ക്. ഈ സമയത്തൊന്നും അങ്ങനെ ഭാരമുള്ള സാധനങ്ങളൊന്നും വലിച്ചു നീക്കാനോ തള്ളാനൊന്നും പാടില്ല, അത് പ്രശ്നം. ദൈവം, ഇവിടെ ഒരു സ്വാതന്ത്ര്യവും ഇല്ലല്ലോ. നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്? രേവതി ചേച്ചിയെ പറഞ്ഞാൽ മതിയല്ലോ, രേവതി ചേച്ചിയെ പിടിച്ച് തല്ലിയാൽ മതി, അവൻ എൻ്റെ ഒപ്പം പറഞ്ഞു വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വർഷ സ്റ്റെപ്പ് കയറി ഓടി കയറുകയാണ്. വർഷേ നിൽക്ക്, വർഷ നീ ഇങ്ങനെ ഓടി കയറല്ലേ വർഷ, നിനക്കത് പ്രശ്നമാവും വർഷ, നീ അങ്ങനെ ഓടി കയറല്ലേ എന്ന്. അപ്പോൾ മേളിലേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും വർഷയുടെ അച്ഛനമ്മയും കൂടി വരിക. വന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്താ പ്രശ്നം? അപ്പോൾ വർഷയും ശ്രീ ഒന്നുമില്ല അമ്മേ, ഒന്നുമില്ല അച്ഛാ, ചുമ്മാ ഞങ്ങൾ ചുമ്മാ ഒരേ കളി തമാശകൾ ചെയ്യുകയായിരുന്നു. നിങ്ങൾ രണ്ടുപേരും കൂടി വഴക്ക് കൂടുകയാണോ? വഴക്ക് കൂടാനോ? ഞങ്ങളോ? അതെ, ഈ ലോകത്ത് തന്നെ വഴക്ക് കൂടാത്ത ഓരോരോ ദമ്പതികൾമാരുണ്ടെങ്കിലേ അത് ഞങ്ങൾ മാത്രമായിരിക്കും. പിന്നെ അങ്ങനെയൊന്നും പറയണ്ട. നേരത്തെ നീ ഇതേപോലെ ശ്രീകാന്തിനോട് വഴക്കിട്ടിട്ട് ഇവിടെ വന്ന് നിന്നിട്ടില്ലേ മോളെ? ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അയ്യോ അച്ഛാ, അത് വഴക്കിട്ടതൊന്നുമല്ല, അത് ഞങ്ങളുടെ ചുമ്മാ ആക്ടിങ് അല്ലേ, ചുമ്മാ അഭിനയം. ഈ പച്ചൻ ചെയ്യുന്നില്ലേ ആക്ടിങ്, അതേപോലെ. വർഷേ പറഞ്ഞ അവസാനം നീ അതിലേക്ക് തന്നെ എത്തിയല്ലേ. ഞാൻ ആക്ടിങ് അല്ല, ശരിക്കും മാറിയതാണ്. ശരി, ഇനിയിപ്പോൾ അതൊന്നും പറയാനായിട്ട് എനിക്ക് താല്പര്യമില്ല. അതെ, മെഡിസിൻ കഴിക്കേണ്ട എന്നൊക്കെ രീതിയിൽ തന്നെ ഇങ്ങനെ പറയുകയാണ്. എനിക്ക് മെഡിസിനും വേണ്ട, ഒന്നും വേണ്ട, എനിക്കതിനോട് തീരെ താല്പര്യവുമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേ വർഷേ, നീ മെഡിസിൻ കഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ ശരിയാവില്ല. നീ മെഡിസിൻ കഴിച്ചിട്ട് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ മെഡിസിൻ കഴിച്ചില്ലെങ്കിലേ ഞാൻ സച്ചേട്ടനോട് രേവതി ചേച്ചിയോടും പറയും, അപ്പം നിൻ്റെ പണി പാളും. അപ്പോഴേക്കും മഹിമയാണെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞിട്ട് അവൾ മെഡിസിൻ കഴിക്കുന്നില്ല, പിന്നെയാണ് സച്ചി പറയുമ്പോൾ മെഡിസിൻ കഴിക്കാനായിട്ട് പോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ സച്ചി ആ വീട്ടിലേക്ക് വരികയാണ്. വണ്ടിയുടെ ശബ്ദം കേട്ട് ഇങ്ങനെ ഈ സച്ചി അവിടെ നിന്ന് ഹോൺ കഴിഞ്ഞപ്പോഴേക്കും ഈ മധുസൂദനും അതേപോലെ തന്നെ മഹിമയാണെങ്കിൽ ഇതെന്താ ആരെ ഇങ്ങനെ കിടന്ന് ഹോൺ അടിക്കുന്നത്? മഹിമ ഇവിടെ നിൽക്കും, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് മധുസൂദനൻ നേരെ താഴത്തേക്ക് ഇറങ്ങി ചെന്ന് ഒരു വണ്ടിയുടെ കിടക്കുന്നത് കാണുന്നുമുണ്ട്. അപ്പോൾ ഇതാരാണാവോ അത് എന്നൊക്കെ വിചാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുമ്പോൾ നേരെ നമ്മുടെ സച്ചി വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങുക. സച്ചിയെ കണ്ട ഉടനെ തന്നെ ഇയാൾക്ക് ഭയങ്കര ഒരു സന്തോഷം. ഇയാൾ ഓടി ചെന്നിട്ട് അയ്യോ എൻ്റെ സച്ചി എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി പേടിച്ചു പോയി. സച്ചിയെ കണ്ടപാടെ ഉടനെ തന്നെ സച്ചിയെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ്. അയ്യോ, ഇയാളെന്തായി കാണിക്കുന്നത്? മോനെ സച്ചി, നിൻ്റെ കാര്യം ഇപ്പം പറഞ്ഞേ ഉള്ളൂ മോനെ, സന്തോഷമായിട്ടോ മോനെ സച്ചി, നീ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ നമ്മുടെ സച്ചിയാണെങ്കിൽ ഇയാൾ മാറിയോ? ശരിക്കും വിശ്വസിക്കാനായിട്ട് പറ്റില്ലേ, ഇയാൾ മാറില്ല. എനിക്കറിയാം ഇയാൾ ജന്മത്ത് മാറാൻ പോകുന്നില്ല. മോനെ സച്ചി, എന്താ മോനെ സച്ചി പെട്ടെന്ന് വന്നത്? എനിക്ക് മനസ്സിലായി കേട്ടോ. എന്ത് മനസ്സിലാവാൻ? എനിക്ക് ആ വർഷയും ശ്രീകാന്തിനെ ഒന്ന് വിളിച്ചേ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് കാര്യങ്ങൾ. സംസാരിക്കാനല്ല, അവരെ കൂട്ടിക്കൊണ്ടു പോകാനല്ലേ നീ വന്നത്? ഞാനതൊന്നും നിങ്ങളോട് പറഞ്ഞില്ലല്ലോ, പിന്നെ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? സച്ചി, ഏതായാലും നീ ഇവിടെ വരുന്നത് ഒന്നെങ്കിൽ എന്നെ ഇട്ടിടിക്കാൻ,
അല്ലെങ്കിൽ വർഷയും ശ്രീകാന്തിനെയും കൂട്ടിക്കൊണ്ടു പോകാൻ. ഇപ്പം എൻ്റെ സ്വഭാവം നല്ലതായതുകൊണ്ട് നീ എന്നെ ഇടിക്കില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ പിന്നെ വർഷയും ശ്രീകാന്തിനെയും കൂട്ടിക്കൊണ്ടു പോകാനായിരിക്കില്ലേ? അതൊക്കെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. അപ്പോൾ സച്ചിയാണെങ്കിൽ അയ്യേ ഇയാൾ എന്തൊക്കെയാണ് അപ്പോൾ പറയുന്നത്, സച്ചി നീ ഇവിടെ നിൽക്കണ്ട, വാ അകത്തേക്ക് വാ, എന്നിട്ട് നമുക്ക് കാര്യമായിട്ട് അവിടെ നിന്ന് സംസാരിക്കാമെന്നേ പറഞ്ഞപ്പോഴേക്ക് വേണ്ട, ഞാൻ അങ്ങോട്ടൊന്നും വരുന്നില്ല. അല്ല, എന്തെങ്കിലും കഴിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യണം. വേണ്ട വേണ്ട, എനിക്ക് കഴിക്കാൻ കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് അവരെയും കൂട്ടിക്കൂട്ടി പോകാനാണ് ഞാൻ വന്നത്. അയ്യോ, അവരെ കൂട്ടിക്കൊണ്ട് പോകണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ നിന്നെ ഭക്ഷണം കഴിക്കാതെ ഞാൻ വിടുന്ന പ്രശ്നമില്ല. വന്നേ ഭക്ഷണം കഴിക്കാനായിട്ട് നോക്കിയേക്കണ്ടേ, ഇങ്ങോട്ട് വരാൻ. അയ്യേ, ഇതെന്താ ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അതെ, നിങ്ങളുടെ ആക്ടിംഗ് ഒന്നും എൻ്റെ മുന്നിൽ വേണ്ട കേട്ടോ. ആക്ടിംഗ് ഒക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിര്. സച്ചി ഇത്രയൊക്കെ ചെയ്തിട്ടും സച്ചി വീണ്ടും ആക്ടിങ് ആണെന്ന് പറയുകയാണല്ലോ. ഞാൻ ശരിക്കും മാറി സച്ചി, ദേ ഉറപ്പായിട്ട് ഞാൻ മാറി. അതെ, നിങ്ങൾക്ക് എന്തെങ്കിലും റിലേ പോയോ? ഞാനിവിടെ നിന്ന് വന്നപ്പോൾ, ഞാനിവിടെ വന്ന സമയങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അയ്യോ ഓർമ്മയുണ്ട്, അന്ന് എന്നെ ഇടിയാണ് സച്ചി എന്നെ ഇടിച്ചത്. അതൊക്കെ എനിക്ക് മറക്കാനായിട്ട് പറ്റുമോ സച്ചി? അതൊരിക്കലും എനിക്ക് മറക്കാനായിട്ട് പറ്റില്ല എന്നും പറയാം. സച്ചി, ഏതായാലും ഞാനേ നിന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വന്നിരിക്കുക. അതുകൊണ്ട് നീ അകത്തേക്ക് വാ. വർഷയും ശ്രീകാന്തിനെയും കൂട്ടിക്കൊണ്ടു പോകാനല്ല നീ വന്നിരിക്കുന്നത്. പക്ഷേ കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടവും. കുറച്ച് ദിവസം ഇവിടെ നിർത്തണമെന്നാണ് അവളുടെ അമ്മയുടെ ആഗ്രഹം. അല്ല, നിങ്ങളപ്പം എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ അവരെ കൂട്ടിക്കൊണ്ട് പോകണമെന്നോ കൂട്ടിക്കൊണ്ട് പോകണ്ടെന്നോ? കൂട്ടിക്കൊണ്ട് പോകണ്ടെങ്കിലും ഓക്കെ, വേണ്ട. അയ്യോ, അങ്ങനെ ഞാൻ പറയില്ല. പക്ഷേ എന്തെങ്കിലും കള്ളം പറഞ്ഞ് വേണം അവരെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട്. അല്ലെങ്കിലേ മഹിമയ്ക്ക് ഭയങ്കരേറെ സങ്കടവും അവൾ പ്രശ്നം ഉണ്ടാകും. അവൾ വിശ്വസിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കള്ളം പറയണം. ഞാൻ അങ്ങനെ കള്ളം പറയാറൊന്നുമില്ല, സത്യം മാത്രമേ പറയാറുള്ളൂ. എൻ്റെ പൊന്നു സച്ചി, മറ്റുള്ളവർക്ക് ദോഷമില്ലാത്ത രീതിയിൽ ഒരു കള്ളം പറഞ്ഞെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് ഒരു ചെറിയൊരു കള്ളമൊക്കെ പറയാം, നീ ഇങ്ങോട്ട് വാ സച്ചി എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയെ വിളിച്ചു വലിച്ചടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോഴേക്കും ഈ സമയം തന്നെ മരുന്ന് കഴിക്കുന്നു പറഞ്ഞുകൊണ്ട് മേളിൽ കിടന്ന് വെച്ചപ്പാടാണല്ലോ. അപ്പോൾ എനിക്ക് വേണ്ടെന്നല്ലേ പറയാം, നീ എന്നെ നിർബന്ധിക്കണ്ട, ഞാൻ മരുന്ന് കഴിക്കില്ല. അപ്പോഴേക്കും മഹിമ വന്നിട്ട്, അല്ല ആരോ പുറത്ത് വന്നെന്നും പറഞ്ഞ് നിങ്ങളുടെ അച്ഛൻ പോയതാണല്ലോ, എന്നിട്ട് അച്ഛൻ എവിടെ, ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മഹിമ ഇറങ്ങിയപ്പോൾ വർഷയും പിന്നാലെ ഇറങ്ങിയാണ്. അപ്പോൾ ശ്രീകാന്ത് ആണെങ്കിലും മരുന്നും വെള്ളം അവിടെ വെച്ചിട്ട് നേരെ അവരുടെ പിന്നാലെ ഇറങ്ങി, എന്താ വർഷം നീ മരുന്നൊന്നും കഴിക്കാതെ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഇവരുടെ പിന്നാലെ ഓടി ചെല്ലുക. അപ്പോൾ അതേ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും സച്ചി അവിടെ നിന്ന് മരുന്ന് കാഴ്ച കാണുന്നത്. ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും വർഷയ്ക്കും ശ്രീകാന്തിന് ഭയങ്കര സന്തോഷം. സച്ചിയേട്ടാ എന്ന് പറഞ്ഞിട്ട് ഓടി ചെല്ലുകയാണ്. സച്ചിയേട്ടാ, അതൊന്നും സച്ചിയുടെ ഒരു മുന്നറിയിപ്പില്ലാതെ സച്ചിയേട്ടൻ എന്താ സച്ചിയേട്ടാ വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അതൊക്കെ പറയും മോള് ദേ ഇവിടെ ഇരിക്കേ. സച്ചി ഇവിടെ ഇരിക്കേ. സച്ചിക്ക് എന്താ കുടിക്കാൻ വേണ്ടത്? കോഫിയാണോ അല്ലെങ്കിൽ വല്ല കൂൾ ഡ്രിങ്ക്സ് ആണോ എന്ന് ചോദിച്ചപ്പോഴേക്കും എനിക്കൊന്നും വേണ്ട, അത് പറഞ്ഞാൽ പറ്റില്ല, ഒരു കോഫി എങ്കിലും കുടിക്കണം. ദേ മഹിമേ, ഒരു കോഫി എടുത്തിട്ട് വാ. അവൻ വേണ്ടെന്ന് പറഞ്ഞല്ലേ, പിന്നെ എന്തിനാ അവനെങ്ങനെ നിർബന്ധിക്കാൻ പോകുന്നത് നിങ്ങൾ? അപ്പോഴേക്കും സച്ചിയാണെങ്കിൽ ഓഹോ, ഞാൻ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ്, എങ്കിൽ പിന്നെ എനിക്ക് വേണം, ഒരു കോഫി എടുത്തിട്ട് വാ എന്ന് പറയുകയാണ്. നീ ആദ്യം വേണ്ടെന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാ നിനക്ക് കോഫി വേണമെന്ന് ഇപ്പോൾ പറയുന്നത്? മഹിമേ, നീ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കാൻ നിൽക്കണ്ട, നീ പോയി ഒരു കോഫി എടുത്തിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് മഹിമയെ പറഞ്ഞയക്കുകയാണ്. അപ്പോഴേക്കും സച്ചിയേട്ടൻ എന്താ സച്ചിയേട്ടാ വന്നത് എന്ന് ചോദിക്കുകയാണ്. ഞാൻ വന്നതേ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാനാണെന്നും പറയുകയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഒരു സന്തോഷം. അപ്പോൾ മഹിമ ചാടിക്കഴച്ച് വരികയാണ്. കൂട്ടിക്കൊണ്ട് പോകാനോ? അത് ശരി, കുറച്ച് ദിവസം എൻ്റെ മോളെ ഇവിടെ നിർത്താൻ വേണ്ടി ഇവിടെ വന്നതാ. അപ്പോൾ നിങ്ങൾ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വന്നിരിക്കുകയാണെന്നോ? മഹിമേ, നീ കിടന്നിങ്ങനെ തുള്ളാതെ മഹിമേ, അവൻ കാര്യങ്ങളെല്ലാം പറയട്ടെ. അപ്പോൾ ശ്രീകാന്ത് ആണെങ്കിൽ എൻ്റെ സച്ചിയേട്ടൻ വന്നാൽ നന്നായി, ഇവളാണെങ്കിൽ മെഡിസിൻ ഒന്നും കഴിക്കുന്നില്ല. സച്ചിയേട്ടൻ പറ, മെഡിസിൻ ഒന്നും കഴിക്കാനായിട്ട്. അതെന്താ മോളെ നീ മെഡിസിൻ കഴിക്കാത്തത്? ശ്രീകാന്തേ, നീ പോയി മെഡിസിൻ എടുത്തിട്ട് വാ എന്ന് പറയാം. അപ്പോൾ ശ്രീകാന്ത് മെഡിസിൻ എടുക്കാൻ വേണ്ടി മോളോട്ട് പോകണം. അപ്പോൾ മഹിമയാണെങ്കിൽ പിന്നെ ഇപ്പം കഴിക്കാവുള്ളൂ, ഞാൻ പറഞ്ഞിട്ട് പോലും അവൾ കഴിച്ചില്ല, പിന്നെയാണ് ഇവൻ പറഞ്ഞിട്ട് കഴിക്കാൻ പോകുന്നത്. സച്ചിയേട്ടാ, ഇന്നാ മരുന്നും വെള്ളം നിങ്ങളെ കൊണ്ട് കുടിപ്പിക്കും സച്ചിയേട്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വർഷേ, ഈ മരുന്ന് കഴിച്ചിട്ടുണ്ട് വർഷേ, സച്ചിയേട്ടനല്ലേ പറയുന്നത്? അപ്പോൾ ഒരു മടിയും കൂടാതെ നമ്മുടെ വർഷ ആ മരുന്നും വെള്ളവും മേടിച്ചിട്ട് കഴിക്കുക. ഇത് മധുസൂദനൻ കണ്ടപ്പോൾ മധുസൂദനൻ ഈ മഹിമയോട് പറയണം, കണ്ടോ മഹിമേ, കണ്ടോ
ഒരു ഏട്ടൻ്റെ സ്ഥാനത്ത് നിന്ന് അവനത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ ആ മരുന്ന് കഴിച്ചിട്ടുണ്ട് അനുസരണയോടുകൂടി തന്നെ. അല്ലെങ്കിലും വർഷ പറയുമായിരുന്നു എനിക്കൊരു ഏട്ടനുണ്ടായിരുന്നെങ്കിലോ എന്ന് അവൾ മിക്കപ്പോഴും പറയുമായിരുന്നു. ഇപ്പോൾ ഒരു ഏട്ടനെ കിട്ടിയിരിക്കുകയല്ലേ, ഇതാണ് ഏട്ടനും അനിയത്തിയും തമ്മിലുള്ള സ്നേഹബന്ധം എന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ അല്ല എന്താണിപ്പോൾ പെട്ടെന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനുള്ള കാരണം എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ അത് അപ്പോഴേക്കും മധുസൂദനാണെങ്കിൽ പറ സച്ചി ഉള്ള കാര്യങ്ങൾ അങ്ങോട്ട് പറ, എന്താ പ്രശ്നം? അത് പിന്നെ രേവതിക്ക് സുഖമില്ല. അപ്പോഴേക്കും ഈ ശ്രീകാന്ത് വർഷമാണ് അയ്യോ എന്തു പറ്റി രേവതിച്ചിക്ക് എന്തു പറ്റി? അയ്യോ പേടിക്കാനൊന്നുമില്ല, അത് എപ്പോഴും തന്നെ ആ മൈഗ്രെയിൻ, പക്ഷേ ഇപ്പം വന്നിട്ട് അതങ്ങോട്ട് പോകുന്നില്ല, തലവേദന എടുത്ത് പൊളഞ്ഞ് അവൾ കിടക്കുകയാണ്, റെസ്റ്റാണ്. അപ്പോൾ അവൾക്ക് ആരുമില്ല ഒരു കൂട്ടിന് സഹായത്തിനൊക്കെ. അപ്പോൾ വർഷയുണ്ടെങ്കിൽ ഒരു ആശ്വാസമാകും. അപ്പോഴേക്കും മഹിമയാണെങ്കിൽ അവളെ നോക്കാനായിട്ട് അവളുടെ അമ്മായിയമ്മയില്ലേ, അമ്മേ എന്താ അമ്മ ഇത്? ആൻറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, ആൻറ്റി ഉള്ളതും കണക്കാ ഇല്ലാത്തതും കണക്കാ. ചേച്ചിക്ക് അവിടെ സുഖമില്ലെന്ന് പറഞ്ഞാൽ പോലുവേ ചേച്ചിയെ വലിച്ചഴിച്ചുകൊണ്ട് പോയി അതെടുത്തുകൊണ്ട് വാ ഇതെടുത്തുകൊണ്ട് വാ എന്നൊക്കെ പറയും. അതിനേക്കാൾ നല്ലത് ഞാൻ ഏതായാലും സച്ചിയുടെ ഒപ്പം കൂടെ പോകുന്നതാണ്. സച്ചിയേട്ടാ രേവതി ചേച്ചിക്ക് ഇങ്ങനെ സുഖമില്ലെന്ന് പറയുമ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നുന്നു സച്ചിയേട്ടാ. സച്ചിയേട്ടാ ഏതായാലും ഞങ്ങളും കൂടെ വരുന്നുണ്ട് സച്ചിയേട്ടാ എന്ന് പറയാം. ഇത് കേട്ട മഹിമ ആകെ കലി തുള്ളി നിൽക്കുകയാണ്. ഇതെന്ത് വല്ലാത്തൊരു കഷ്ടമാണ് കേട്ടോ. നീ മനഃപൂർവ്വമല്ലേടാ എൻ്റെ മോളെ എൻ്റെ അടുത്ത് നിർത്താൻ ഞാൻ കൊണ്ടുവന്നതാ, എന്നിട്ട് അവൾ ദേ ഇപ്പം അങ്ങോട്ട് വരുന്നു. ഇതൊന്നും സഹിക്കാൻ പറ്റാത്ത കാരണമാണ്. ഇതൊക്കെ നീ നിൻ്റെ ഭാര്യയും കൂടി കരുതിക്കുട്ടി ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായടാ എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയെ കിടന്ന് വഴക്ക് പറയാണ്. അപ്പോൾ മധുസൂദനാണെങ്കിലും മോളെ നീ പോയിട്ട് വാ മോളെ, അമ്മ പറയുന്നൊന്നും കാര്യമാക്കണ്ട, പാവൻ രേവതിക്ക് ഭയങ്കര തലവേദനയല്ലേ, നീ പോയിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഈ ശ്രീകാന്തും വർഷയും കൂടി നേരെ ഡ്രസ്സൊക്കെ എടുക്കാൻ മേലോട്ട് കയറി പോവുകയാണ്. അപ്പോൾ സച്ചി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും മധുസൂദനൻ ഇന്ന് കണ്ണൊക്കെ തുടക്കണം. ദൈവം ഇയാളെന്തേ കാണിച്ചു കൂട്ടുന്നത്? ശരിക്കും പറഞ്ഞ് ഇയാൾ നന്നായോ? ഇയാളെ സ്വഭാവം ശരിക്കും മാറിയോ? പക്ഷെ അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ സച്ചിയാണെങ്കിൽ ഞാനേതായാലും പുറത്ത് നിന്നോളാം. അയ്യോ സച്ചി കുഴപ്പമൊന്നുമില്ല, മോനിവിടെ ഇരിക്കും മോനെ, വേണ്ട ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി നേരെ പുറത്തേക്ക് ഇറങ്ങി പോവാണ്. അപ്പോൾ സച്ചി മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്, വർഷയുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് നിൽക്കാൻ വേണ്ടി വന്നതല്ലേ, അവളുടെ അച്ഛനും അമ്മയല്ലേ, ഞാനങ്ങനെ കള്ളം പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോകുന്നത് ശരിയാവുന്ന കാര്യമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോയേക്കാം, അവൾ ഇവിടെ സന്തോഷത്തോടെ നിൽക്കട്ടെ, ഞാൻ എന്തിനാണ് അവരുടെ സന്തോഷം കളയുന്നത് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് സച്ചി വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങിയപ്പോഴേക്കും ശ്രീകാന്ത് വർഷയും കൂടി സച്ചിയേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുക. അങ്ങനെ വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്താ സച്ചിയേട്ടാ? സച്ചിയേട്ടൻ എന്താ പോകാനൊരുങ്ങിയായിരുന്നോ? അത് പിന്നെ നിങ്ങളിവിടെ കുറച്ച് ദിവസം കൂടെ നിന്നോ, കുഴപ്പമൊന്നുമില്ല. അതൊന്നും പറ്റില്ല, രേവതി ചേച്ചിക്ക് സുഖമില്ലാത്തല്ലേ, അതുകൊണ്ട് ഞങ്ങൾ വരും കൂടെ. ഏതായാലും നിങ്ങളെ കണ്ടിട്ടേ, നിങ്ങളെ കാണാതിരിക്കുമ്പോൾ വല്ലാത്തൊരു മിസ്സിങ്, ഞങ്ങളും വരുന്നു കൂടെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പൊക്കെ മധുസൂദനാണെങ്കിൽ അതെ മക്കളെ കൂട്ടിക്കൊണ്ട് പോയിക്കോ, പിന്നീട് ഒരിക്കൽ നിങ്ങൾ വന്ന് നിന്നാൽ മതി അച്ഛാ, എങ്കിൽ പിന്നെ ഞങ്ങൾ പോട്ടെ അമ്മ സങ്കടപ്പെടേണ്ട അമ്മേ, ഞങ്ങൾ ഉറപ്പായിട്ട് വന്നേക്കാം കേട്ടോ, ഇനിയൊരു ദിവസം വന്നേക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇവർ കാറിൽ കയറി പോവുകയാണ്. മധുസൂദനാണെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നുകയാണ്, സച്ചിയെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുക. പിന്നീട് കാണിക്കുന്നത് രേവതി ഹോസ്പിറ്റലിൽ ദേവുവിൻ്റെ ബില്ലൊക്കെ അടച്ചിങ്ങനെ വന്നിരിക്കുക. എല്ലാ ബില്ലും അടച്ച മോളെന്നൊക്കെ ചോദിച്ചപ്പോൾ എല്ലാം ബില്ലും അടച്ചു. ഇനിയെങ്കിലും ദേവു നീ വിവരവും വിദ്യാഭ്യാസവും ഉള്ളൊരു പെണ്ണാണ്, നീ ഇങ്ങനെയൊന്നും ചെയ്ത് കൂട്ടരുത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അത് തന്നെ പറഞ്ഞു കൊടുക്ക്, നീ എന്തിനാ ഭക്ഷണം കഴിക്കാതിരുന്നു കൊണ്ട് നിൻ്റെ ആഗ്രഹങ്ങളെല്ലാം നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇതൊരു പരിഹാരമാണോ മോളെ? നീ ഒന്ന് ചിന്തിച്ച് നോക്കിക്കണ്ടേ. അപ്പോഴേക്കും നമ്മുടെ ശരത്താണെങ്കിലേ ചേച്ചി ഇങ്ങനെ ആകാനുള്ള കാരണവും നമ്മൾ തന്നെയാണ്, അത് നീ പറഞ്ഞാൽ ശരി തന്നെയാണ് ശരത്തെ. അമ്മ എന്തിനാ അമ്മ അവളുടെ ഈ ആഗ്രഹത്തിന് തടസ്സം നിൽക്കുന്നത്? അരുണിനെ കുറിച്ച് അമ്മയ്ക്ക് എന്താണ് അഭിപ്രായം? അത് പിന്നെ ഞാൻ കണ്ടെടുത്തോളം അവൻ നല്ലൊരു ചെറുപ്പക്കാരനായിട്ടാണ് എനിക്ക് തോന്നിയത്, വലിയ പ്രശ്നക്കാരനായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. തോന്നിയല്ലോ, അപ്പോൾ പിന്നെ കുഴപ്പമില്ല, ആ കല്യാണം നിങ്ങൾ നടത്തി കൊടുക്കാൻ പാടില്ലേ? അമ്മ മോളെ നീ എന്തൊക്കെയാ പറയുന്ന രേവതി? അതിന് സച്ചി സമ്മതിക്കോ? സച്ചിക്ക് ഇഷ്ടമാണോ അവനെ? ഇല്ലല്ലോ, സച്ചി അവൻ്റെ നല്ലതിന് വേണ്ടിയാണോ പറയുന്നത്? ഇവളുടെ നല്ലതിന് വേണ്ടിയല്ലേ പറയുന്നത്? അമ്മ അതൊക്കെ എനിക്ക് മനസ്സിലാകും, പക്ഷേ ദേവുവിൻ്റെ കാര്യം കൂടി ഒന്ന് ആലോചിക്കണം. അത് ആലോചിക്കാതെ നമ്മൾ മുന്നോട്ട് പോകുന്നത് ശരിയല്ല. സച്ചിയേട്ടൻ അങ്ങനെയൊക്കെ പറയും, പക്ഷേ ഇവളുടെ ജീവിതമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അത് നമ്മൾ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? അരുണ അത്ര വലിയ പ്രശ്നക്കാരനായിട്ടൊന്നും എനിക്കും തോന്നിയില്ല. അപ്പോൾ സച്ചിയുടെ കാര്യം അങ്ങോട്ട് വിട്ടേര്, അവളുടെ ആഗ്രഹം എന്താണോ അത് നടത്തി കൊടുക്കാനുള്ള പരിപാടികൾ ചെയ്യ് എന്ന് ലക്ഷ്മിയോട് പറയുകയാണ്. അപ്പോൾ അങ്ങനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. ബൈ.